സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണല്ലോ ഉണ്ണീശോയുടെ പിറവിത്തിരുന്നാൾ. കാലം കടന്നു പോകുന്നതനുസരിച്ച് ക്രിസ്മസിന്റെ സന്തോഷവും പുൽക്കൂടിന്റെ സന്ദേശവും നമ്മെ പുൽകാനെത്തും. ക്രിസ്മസിന്റെ കേന്ദ്രബിന്ദു എന്നത് ദൈവം മനുഷ്യനായ മഹാരഹസ്യമാണ്. വാനവനാകുവാൻ ദൈവം മനുഷ്യനായി തീർന്ന ദിവ്യ സംഭവം. ദൈവസാന്നിധ്യത്തിന്റെ സന്തോഷത്തിൽ പറുദീസായുടെ പൂപ്പന്തലിൽ ആടിക്കളിച്ച ആദ്യ മനുഷ്യർ പാപഭാരമേറ്റ് ദൈവാഭിമുഖ്യം നഷ്ടപ്പെട്ട് മരണത്തിന്റെ മടിയിലേക്ക് മലർന്നടിച്ചു വീണു. എന്നാൽ ദൈവസ്നേഹത്തിന്റെ കരങ്ങൾ അവരെ വാരിയെടുത്ത് സ്വർഗതലത്തിലെത്തിക്കാനാണ് മനുഷ്യാവതാരം ആവശ്യമായി വന്നത്. രാജകീയ സിംഹാസനത്തിൽ വാഴേണ്ട രാജകുമാരന് പിറന്നു വീഴാൻ കൊട്ടാരക്കെട്ടിന് പകരം കാലിത്തൊഴുത്താണ് കൈവന്നത്. താരങ്ങൾ തിരികൊളുത്തിയും വെണ്ണിലാവ് വെൺചാമരം വീശിയും ഉണ്ണിയേശുവിന്റെ വരവേൽപ്പിന് വർണ്ണം പകിട്ടേകി. രാജരക്ഷാ സന്നാഹമെന്നോണം കാളയും കഴുതിയും പുൽക്കൂടിന് കാവൽ നിന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ അവതരിക്കുന്ന ഉണ്ണീശോയ്ക്ക് കാവൽ നിൽക്കുവാൻ വിനയം, ശാന്തത, എളിമ, വിശ്വാസം, സ്നേഹം എന്നീ പുണ്യങ്ങളെ നാം നിയോഗിക്കണം. നമ്മുടെ ഹൃദയത്തൊട്ടിലിൽ പള്ളികൊള്ളുന്ന ഉണ്ണിയേശുവിന് പുണ്യജീവിത ശൈലി കൊണ്ട് നെയ്തെടുത്ത പൊന്നുടുപ്പ് അണിയിക്കണം. സമൂഹത്തിലെ ഉന്നത പദവിയോ സ്ഥാനമാനങ്ങളോ മോഹിക്കാതെ രാവന്തിയോളം തങ്ങളുടെ ആടുകളോടൊപ്പം വയലോരങ്ങളിലും നടപ്പാതകളിലും അന്തിയിറങ്ങിയ ഇടയന്മാർ യേശുവിന്റെ ജനനവാർത്ത അറിഞ്ഞ ഉടനെ ഇടരാതെ ഓടിയെത്തുകയാണ് ചെയ്തത്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ ഒരു നോക്ക് കാണുവാനും കാഴ്ച കൊടുക്കുവാനുമായി ഓടിയെത്തിയ പൂജരാജർക്കന്മാരോടൊപ്പം സ്നേഹസംസ്കാരത്തിന്റെ സ്വർണവും ധർമ്മസംസ്കാരത്തിന്റെ മീറയും ത്യാഗസംസ്കാരത്തിന്റെ കുന്തിരിക്കവും സമ്മാനിക്കുന്നതിനായി നമുക്കൊരുങ്ങാം, കാത്തിരിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ദൈവദൂത ഗീതിയിലൂടെ ഒഴുകിയിറങ്ങിയത് സമാധാനത്തിന്റെ സന്ദേശമായിരുന്നു. ക്രിസ്മസിന്റെ ചൈതന്യം സമാധാനമാണ്. ക്രിസ്മസിന്റെ സന്തോഷം തികഞ്ഞ പ്രതീക്ഷയാണ്. ക്രിസ്മസിന്റെ ഹൃദയം സ്നേഹമാണ്. ഒരു വാക്ക് പാലിക്കലിന്റെ പെരുന്നാളാണല്ലോ ക്രിസ്മസ്. പിതാവായ ദൈവം തന്റെ ഏകജാതനെ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് സമ്മാനമായി നൽകുമെന്ന് അരുളിയതിന്റെ വാക്ക് പാലിക്കൽ. സുമനസ്സും സമാധാനവുമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. കൊള്ളയും കൊലപാതകവും അക്രമവും അനീതിയും അഴിഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ ധാർമ്മികതയ്ക്ക് എവിടെയാണ് സ്ഥാനമുള്ളത്? നിസ്സാരതയെ ചൊല്ലി കൊലയും കൊല്ലിക്കലും സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ജാതി, മതവർഗ, നിറത്തിന്റെ പേരില് നരൻ അശുദ്ധ വസ്തുവായി കാണുന്ന കാലം. വിനാശത്തിന്റെ വിഷത്തി തുപ്പുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. വർഗീയ വികാരമല്ല, മറിച്ച് സ്വർഗീയ വിചാരമാണ് നമുക്ക് ആവശ്യം. വചനം വിതച്ച് ധർമ്മം കൊയ്യേണ്ടിയിരിക്കുന്നു. നീതി നട്ടുവളർത്തിയാലേ സമാധാനത്തിന്റെ സുന്ദര സൂനങ്ങൾ വിടരുകയുള്ളൂ. പരദൂഷണവും പരചൂഷണവും പറിച്ചെറിഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ ദൂതന്മാരാകാം. ജീവിതക്കളത്തിൽ തളർന്നു വീഴുന്നവരെ താങ്ങിയെടുക്കുവാൻ കരുണയുടെ കരങ്ങൾ നീട്ടുന്ന കാവൽ മാലാഖമാരാകാം. അങ്ങനെ ഈ ക്രിസ്മസ് എല്ലാവർക്കും
ലാളിത്യത്തിന്റെയും ശാന്തിയുടെയും പരസ്പരം കരുതലിന്റെയും ഉത്സവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. We wish you